ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോ നമ്മൾ കാണാൻ പോകുന്നത് വൈക്കത്തുള്ള ഫിഷറീസ് ഫാമാണ്. കോട്ടയത്ത് നിന്ന് ഏകദേശം ഒരു 45 കിലോമീറ്റർ ദൂരെയാണ് ഈ സ്ഥലമുള്ളത്. അപ്പോൾ ഇന്ന് നമുക്ക് ആ കാഴ്ചകളിലേക്ക് പോകാം. എൻ്റെ ഈ പുറകുവശത്ത് കാണുന്നതാണ് നമുക്കിവിടെ നിന്ന് കയറി നിന്ന് ദൂരക്കാഴ്ച കാണാനുള്ള ഗ്യാലറി. അത് ഏകദേശം ഒരു 3 നില കെട്ടിടത്തിന് പൊക്കമുണ്ട്. അതിൻ്റെ മേളിൽ കയറി നിന്ന് കഴിഞ്ഞാൽ നമുക്ക് ഈ പ്രദേശം മൊത്തം നമുക്ക് കാണാൻ പറ്റും. ഞാൻ നിങ്ങളെ ഒന്ന് കാണിക്കാം അതിൻ്റെ മേളിൽ കയറിയിട്ട്. അപ്പോൾ നമുക്ക് ഇതിൻ്റെ മേളിലേക്ക് പോകാം. ഗ്യാലറിയുടെ മേളിൽ നമ്മൾ ഇറങ്ങിയിരിക്കുകയാണ്. നടക്കുകയാണ്. നമുക്ക് ഈ ചെല്ല് കാണാനുള്ളത് മീനുകളെ വളർത്തുന്ന ചെറിയ ചെറിയ കൂടുകളുണ്ട്, അത് കാണാനുണ്ട്. പിന്നെ അതുപോലെ തന്നെ മുന്നോട്ട് ചെല്ലുമ്പോഴാണ് ചാല കെട്ടിടങ്ങളും കാര്യങ്ങളുണ്ട്. അവിടെയാണ് ചാലക്കുടി അങ്ങനെയുള്ള കാര്യങ്ങളുണ്ട്, അതൊക്കെ നമുക്ക് കാണാം. പിന്നെ കുറച്ച് മുന്നോട്ട് ചെല്ലുമ്പോൾ അവിടെ പാർക്കുണ്ട്. പാർക്കിൽ കുട്ടികൾക്കൊക്കെ ആയിട്ട് വരികയാണെങ്കിൽ നമുക്ക് കളിക്കാനൊക്കെ സൗകര്യമുണ്ട്. ഇതാണ് ടിക്കറ്റ് കൗണ്ടർ. ഇവിടെ 20 രൂപ അടച്ചു കഴിഞ്ഞാൽ നമുക്ക് ഇതിൻ്റെ ഫാമിനകത്തുള്ള മത്സ്യക്കുഞ്ഞുങ്ങളെ വളർത്തുന്ന കാണാനുള്ള സൗകര്യമാണ്. ഇവിടെ 20 രൂപയ്ക്ക് നമുക്ക് വന്നു ടിക്കറ്റ് കിട്ടും. അവസാനം പാസ് കിട്ടിയിരിക്കുകയാണ്. ഇതാണ് പാസ്. ഈ പാസ് വഴി നമ്മൾ അടുത്തുള്ള അതിൻ്റെ ആൾക്കാരെ കണ്ട് കാണുകയാണെങ്കിൽ അവർ നമുക്ക് ഇതിനകത്ത് കയറി കാണാനുള്ള സൗകര്യം ചെയ്തു തരുന്നതാണ്. കഴിഞ്ഞാൽ കാണാൻ പറ്റും ഓരോരോ ചെറിയ ചെറിയ കളങ്ങളായിട്ട് ഉണ്ടാക്കിയിട്ടുണ്ട്. ഇതിനകത്തെല്ലാം നമുക്ക് മീനാണ് ഉള്ളത്. അപ്പോൾ ചേട്ടന് ഫുഡ് കൊടുക്കുന്നുണ്ട്. ഇതുപോലെ ഫുഡ് കൊടുക്കാൻ നേരത്തെ ഈ മീനെല്ലാം കൂടെ പൊങ്ങി വരും. ഇത് നടക്കുമ്പോൾ ഇച്ചിരി പാടുണ്ട്. കാരണം ഈ നമ്മൾ നടക്കുന്ന പ്ലാറ്റ്ഫോം എന്ന് പറഞ്ഞാൽ അലൂമിനിയാണ്, അത് ഇളകുന്നുണ്ട്.
പാസ് എടുക്കാത്തൊരു ചേട്ടൻ കേട്ടുന്നില്ല കേട്ടോ. പാസ് എടുക്കാത്തൊരു ചേട്ടനെ ഇറക്കി വിടുകയാണ്. അപ്പോൾ 2 പേര് പാസ് എടുക്കാതെ വന്നിട്ടുണ്ട്. അപ്പോൾ അവരെ തിരിച്ചു വിട്ടിട്ടുണ്ട്. നമ്മൾ പാസ് എടുത്തോണ്ടാണ്, പാസ് എടുത്തത് മാത്രമേ ഇതിനകത്ത് കയറാൻ പറ്റത്തുള്ളൂ. ഇതൊക്കെ എന്തൊക്കെ മീനാണ് കേട്ടോ ഉള്ളത്? എന്തൊക്കെ മീനാണ് ഉള്ളത്? ഇതെല്ലാം തിലോപ്പിയാണോ? കാണുന്നതെല്ലാം കരിമീനാണെന്ന് തോന്നുന്നു കേട്ടോ. കരിമീനും തിലോപ്പിയാണ് ഇതിനകത്തുള്ളത്. ഫുഡ് കൊടുക്കുമ്പോൾ ഇവരെല്ലാം ഓടി വരുന്നുണ്ടോ. ചേട്ടൻ്റെ പേരെന്താ? ഡൈബാസ്. ഡൈബാസ് എന്ന് പറഞ്ഞ ചേട്ടൻ്റെ കൂടെയാണ് ഇപ്പോൾ ഉള്ളത്. ഈ ചേട്ടനാണ് ഇവിടുത്തെ കാര്യങ്ങളൊക്കെ നോക്കുന്നത്. ചേട്ടന് ഫുഡ് കൊടുക്കാൻ നേരത്ത് ഇങ്ങനെയൊക്കെ ഓടി ഉണ്ടോ, നമ്മളടുത്ത് വരുന്നുണ്ടോ. ഇങ്ങനെ നമ്മൾ ഫുഡ് ഇട്ട് കൊടുത്താൽ ഇതെല്ലാം ഓടി വരും. ഇതുപോലെ പല പല കളങ്ങളിലാക്കിയാണ് ഇതിനകത്ത് മീനെ വളർത്തുന്നത്. നമുക്ക് ഇപ്പോൾ ഇതിനകത്ത് കയറുവാണെങ്കിൽ ഇതുപോലെ ഇതുണ്ട്. ഇതൊക്കെ ചെറിയ ഇതൊന്നും മീനാ കേട്ടോ. കരിമീൻ്റെയോ? അപ്പോൾ ഇത് കരിമീനും തിരപ്പട മീനാണ്. അപ്പോൾ ഇതിന് 2 ടൈപ്പ് ഫുഡാണല്ലേ, ചെറുതും വലുതും ഉണ്ടല്ലേ? അപ്പോൾ ചേട്ടൻ പറയുന്നത് ഓരോ ഭാഗത്തിനും പല ടൈപ്പുള്ള ഫുഡാണ്. ചെറിയ മീന് ചെറിയ ഫുഡും, വലുതാണെങ്കിൽ വലിയ ഫുഡും തന്നെ. അത് ചെറിയ വായായിട്ട് കഴിക്കാൻ പറ്റത്തില്ല. അപ്പോൾ അതിനുകൊണ്ട് ചെറിയ ഫുഡാണ് കൊടുക്കുന്നത്. ഇപ്പോൾ ഈ കാണുന്നതെല്ലാം ചെറിയ ചെറിയ മീനുകളെ വളർത്തുന്ന സ്ഥലമാണ്. മീൻ വളർത്തുന്ന ഭാഗത്ത് നിന്ന് നമ്മൾ പോരുകയാണ്. ഇനി നമുക്ക് പോകാനുള്ളത് ഒരു പാർക്കിലേക്കാണ്. പാർക്ക് എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ഭാഗമായിട്ടുള്ള പാർക്കാണ്. ഇനി ആ കാഴ്ചകളിലേക്ക് നമുക്ക് പോകാം. ഒരുമാതിരിപ്പെട്ട കാഴ്ചകളെല്ലാം നമ്മൾ കണ്ടു കഴിഞ്ഞു. ഇനി തിരിച്ച് നടക്കുകയാണ്. 2 സൈഡിലും വെള്ളമാണ്. അപ്പം നമുക്ക് വന്ന വഴിയല്ലാതെ വേറെ വഴി തിരിച്ചു പോകാൻ പറ്റത്തില്ല.
ഏകദേശം ഒരു 5 മിനിറ്റ് നമ്മൾ നടന്നു കഴിഞ്ഞാൽ നമുക്ക് വന്ന സ്ഥലത്ത് തന്നെ എത്താമെന്നാണ്. വാതിക്കയാണ് വണ്ടി പാർക്ക് ചെയ്യാനുള്ള സ്ഥലങ്ങളൊക്കെ ഉള്ളത്. പിന്നെ നിങ്ങൾ വരികയാണെന്നുണ്ടെങ്കിൽ ഓൺലൈൻ ബുക്കിംഗ് ഒന്നും ഇല്ല ഇവിടെ. വന്നതിന് ശേഷം മാത്രമേ നമുക്ക് ഇവിടുന്ന് ടിക്കറ്റ് എടുക്കാൻ പറ്റത്തുള്ളൂ. അങ്ങനെ ഫിഷ് ഫാമിൽ കാഴ്ചകളെല്ലാം കണ്ട് നമ്മൾ തിരിച്ച് നടക്കുകയാണ്. ഞാൻ ഏകദേശം ഇപ്പോൾ പാർക്കിങ്ങിൻ്റെ ഭാഗത്തേക്ക് എത്തിയിട്ടുണ്ട്. ഇവിടെ വെച്ചാണെങ്കിൽ വണ്ടി വെക്കാനുള്ള സ്ഥലങ്ങളൊക്കെ നമുക്ക് ഇവിടെ കാണാം. കയറി വരുന്നതിൻ്റെ 2 ഭാഗത്ത് നമുക്ക് പാർക്കിങ് ഇഷ്ടംപോലെ സ്ഥലമുണ്ട്. കാറിൽ ബസ്സിൽ ഏതിൽ വേണമെങ്കിലും നിങ്ങൾക്ക് വരാം. അതിന് ഇഷ്ടംപോലെ പാർക്കിംഗ് സ്ഥലമുണ്ട്. പാർക്കിംഗ് ഫീസായിട്ട് ഇവരൊന്നും മേടിക്കുന്നില്ല. ആ കൂടി മേടിക്കുന്നത് ഈ 150 രൂപയാണ്. 150 രൂപയ്ക്കത് ചിലപ്പം ഈ ഫീസുകളെല്ലാം അവർ ഉൾപ്പെടുത്തിയായിരിക്കും നമുക്ക് തരുന്നത്, പായ്ക്കായിട്ട് തരുന്നത്. അപ്പോൾ നമുക്ക് അടുത്തൊരു വീഡിയോയിൽ കാണാം. എല്ലാവർക്കും നമസ്കാരം.